വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോ എന്നുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് നൈക്കയുടെ സൂപ്പർ ലൈറ്റ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വരുന്നത് സിനമൺ സ്ട്രിൽ എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോ തന്നെയാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാം സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് കുർത്ത സെറ്റാട്ടോ. കാരണം എല്ലാം കോട്ടൺ മെറ്റീരിയലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്കിലൊക്കെ ഇങ്ങനെ ബോർഡർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റത്തും പടി വെച്ചിട്ടുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇവിടെ ഒരു കട്ടുണ്ട് കേട്ടോ. പിന്നെ ബട്ടൺസും ഹൂപ്പും ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാക്കിൽ ഇങ്ങനെയാണ് ഒരു ഫ്ലോറൽ പ്രിൻ്റാട്ടോ. മൊത്തം ഇവിടെ തൊട്ടാണ് സ്ലിറ്റ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. പാൻസ് വേറെ പ്രിൻറ്റിലാട്ടോ. വൈറ്റ് കളറിൽ ഇങ്ങനെ പിങ്ക് പ്രിൻ്റാണ് വരുന്നത്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട ഒരു ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. ഇതും കോട്ടൺ മെറ്റീരിയലാട്ടോ. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നല്ല മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. സമ്മറിലൊക്കെ ഇടാൻ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ വേറൊരു കുർത്ത സെറ്റും കൂടി അവൈലബിൾ ആട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ച് അല്ല, വേറൊരു മോഡലാണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 583 റുപ്പീസിനാണ്. അപ്പോൾ എല്ലാ കുർത്ത സെറ്റുകളും ഞാൻ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അടുത്ത കുർത്ത പ്ലസ് പാൻറ്റിൻ്റെ സെറ്റാണ്. ഇത് ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തയാട്ടോ. പ്ലീറ്റ്സ് ആണ് വരുന്നത്. കോട്ടൺ മെറ്റീരിയലാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വരുന്നുണ്ട്. പിന്നെ ഗോട്ടാപ്പട്ടി ലേസും ഉണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ട് നെക്കാണ്. ഇവിടെ ബട്ടൺസ് ഉണ്ട്. ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് അല്ല കേട്ടോ. പിന്നെ ഇവിടെ ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കുർത്തയാട്ടോ. ഇതാണ് പാൻസ്. പാൻസ് വേറെ പ്രിൻറ്റിലാണ്. ഇങ്ങനെ ലൈൻസ് ആട്ടോ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് മേടിച്ച് 396 റുപ്പീസിനാട്ടോ. ആ ഒരു പ്രൈസിന് അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റാണ്. അടുത്തതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ റൗണ്ട് നെക്കാണ്. ഇവിടെ വർക്കൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ മിറർ വർക്ക്സ് ഉണ്ട്, എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ പടി വെച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ സ്വീക്കൻസ് പിന്നെ ത്രെഡ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തയാണ്. ഇത് സ്ട്രെയിറ്റ് കുർത്തയാട്ടോ. ഇവിടെ തൊട്ടാണ് സ്ലിറ്റ്. പാൻസ് വേറെ പ്രിൻറ്റിലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാട്ടോ. അപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്ത സെറ്റാണിത്. പിന്നെ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആട്ടോ. ഞാനിത് മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 643 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്ലാക്ക് കുർത്ത സെറ്റാണ്. സ്ട്രെയിറ്റ് കുർത്തയാട്ടോ. 3/4 സ്ലീവാണ്. പിന്നെ ഇവിടെ യോക്ക് പോർഷനിൽ ഇങ്ങനെ പടി വെച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ടാണ് സ്ലിറ്റ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. പിന്നെ പിക്ചറിലാണെങ്കിൽ ഇവിടെ വേറെ പ്രിൻ്റുള്ള പടിയാട്ടോ. പക്ഷേ പ്ലെയിൻ ബ്ലാക്ക് പടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ പിക്ചറിലാണെങ്കിൽ ഈ ഒരു കുർത്തയ്ക്ക് പോക്കറ്റ് വരുന്നുണ്ട് സൈഡിൽ. പക്ഷേ ഇതിന് പോക്കറ്റ് ഇല്ല. ഇതാണ് പാൻസ്. പാൻസ് വേറെ പ്രിൻ്റിലാട്ടോ. പിന്നെ പാൻസിന് ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻ്റാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഇതാണ് ദുപ്പട്ട. ഞാൻ മേടിച്ചത് മീഡിയം സൈസിലാട്ടോ. എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത്
762 റുപ്പീസിനാണ്. നെക്സ്റ്റ് ഈ ഒരു കുർത്ത സെറ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ വരുന്നത്. വീനെക്കാണ്. പിന്നെ നെക്കിൻ്റെ ഇവിടെ പടി വെച്ചിട്ടുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തുണ്ട് കേട്ടോ പടി. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇവിടം തൊട്ടാണ് സ്ലിറ്റ്. പിന്നെ ഇതാണെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാട്ടോ. എനിക്ക് ഇപ്പോൾ ഫിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ലേ, അപ്പം വാഷ് ചെയ്യുമ്പം കുറച്ചിങ്ങനെ ഷ്രിങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് 1 സൈസ് അപ്പം മേടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ ഇത് വരുന്നത്. പിന്നെ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം നേരിട്ട് ഇത് കുറച്ചുകൂടി ഒരു റെഡ് ഷെയ്ഡാണ്. പിക്ചറിൽ ഒരു മെറൂൺ ഷെയ്ഡായിട്ടാട്ടോ. പക്ഷേ ഇതിൻ്റെ ദുപ്പട്ട മാത്രം മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. പാൻറ്റും കുർത്തയും റെഡ് ഷെയ്ഡിലാട്ടോ വന്ന്. ഇതാണ് പാൻസ് വേറെ പ്രിൻറ്റിലാണ്. ബാക്കിലാണ് എലാസ്റ്റിക്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ദുപ്പട്ട ഒരു മെറൂൺ ഷെയ്ഡിലാണ് പിക്ചറിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഞാനിത് മേടിച്ചത് മീഡിയം സൈസിലാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് ഫിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കളറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുർത്തയും പാൻറ്റും വന്നത് ഒരു റെഡ് ഷെയ്ഡിലാട്ടോ. പിക്ചറിൽ ഒരു മെറൂൺ ഷെയ്ഡാണ്. പക്ഷേ ദുപ്പട്ട മെറൂൺ ഷെയ്ഡ് തന്നെയാട്ടോ വന്നത്. സോ ഞാൻ അത് പർച്ചേസ് ചെയ്ത് 542 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഒരു എ ലൈൻ കുർത്ത സെറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. ഒരു ലൈലാക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ മിറർ വർക്ക്സ് ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. ഫോയിൽ ടൈപ്പ് മിറർ ആട്ടോ. ഇവിടെ പടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് മിറർ വർക്ക്സ് വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും പടിയുണ്ട്. അതിലിങ്ങനെ മിറർ വർക്ക്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക്. ഫ്രണ്ടിൽ ഇത്രയും ഭാഗത്ത് പ്ലീറ്റ്സ് ഉണ്ട്. താഴത്തേക്ക് ഇങ്ങനെ ഫ്ലെയർ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ ഇത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതാണെങ്കിൽ കുറച്ചൊരു ഫെയ്ഡഡ് ആയിട്ടുള്ള ടൈപ്പ് കളറാണ് വരുന്നത്. ഞാൻ എന്തായാലും ക്ലോസപ്പിൽ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. അങ്ങനെ ഓൾറെഡി അങ്ങനെ തന്നെയാട്ടോ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കുർത്ത സെറ്റ്. ഇതാണ് പാൻസ് വേറെ പ്രിന്റിലാട്ടോ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഒരു പലാസോ ടൈപ്പാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതാണ് ദുപ്പട്ട. അപ്പോൾ ഞാനത് മേടിച്ച് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 633 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു കുർത്ത സെറ്റാണ്. വീനെക്കാണ്. യോക്ക് പോർഷനിൽ ഇവിടെ പടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ പോംപോംബോൾസിൻ്റെ ലേസൊക്കെ ഉണ്ട്. മിറർ വർക്ക്സ് ഉണ്ട്. ഇങ്ങനെ ഫോയിൽ ടൈപ്പ് മിറേഴ്സ് ആട്ടോ. ഇങ്ങനെ പിന്നെ എംബ്രോയ്ഡറി ഉണ്ട്. ഇവിടെ ഇങ്ങനെ ടാസൽസും ഉണ്ട്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ആണെങ്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം. ഇവിടെ ഇങ്ങനെ 2 പടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അറ്റത്ത് ഒരു പടി മാത്രമേ ഉള്ളൂ. പിക്ചറിൽ ഇങ്ങനെ ഇവിടെ വേറൊരു പടിയും കൂടി ഉണ്ട്, ഇങ്ങനെ ബോർഡർ. പിന്നെ പിക്ചറിലാണെങ്കിൽ സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇങ്ങനെ ലൂസായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ പോണേ. അറ്റത്ത് ഇങ്ങനെ പടിയിൽ മിറർ വർക്ക്സ് ഉണ്ട്. പിന്നെ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. ഇവിടെ നമുക്ക് വലിച്ചിട്ട് ടൈ ചെയ്ത് വയ്ക്കാം. പിന്നെ പാൻസിൻ്റെ താഴെ ചെറിയൊരു ലേസ് ആട്ടോ വരുന്നത്. പക്ഷേ പിക്ചറിൽ കുറച്ചുകൂടി വലിയ പടിയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ദുപ്പട്ട. കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു കുർത്തയ്ക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ റെഡ് ഷെയ്ഡും അവൈലബിൾ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്. ആദ്യം മേടിച്ചത് 863 റുപ്പീസിനാട്ടോ. സോ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.